Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by ACM Care. Co-powered by Global Laboratories and Testing LLC. Co-presents Mama's International Foods. This program is brought to you by Tharwad Restaurant, UK. ജീവിതത്തിൽ നമുക്ക് പലതും ലഭിക്കും, ചിലത് നഷ്ടപ്പെടും. എങ്കിലും ഇതിൽ നിന്നുമെല്ലാം ലഭിക്കുന്ന പാഠങ്ങൾ അത് വളരെ വലിയ സമ്പത്ത് തന്നെയാണ്. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമസ്കാരം. ഏഷ്യാനെറ്റ് പ്ലസ് ഫോക്കസിൻ്റെ ന്യൂസിലൻഡ് അധ്യായങ്ങളിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. 2014 ന്യൂസിലൻഡിൽ ഒരു സ്റ്റുഡൻറ്റ് വരുന്നു. നമ്മളെല്ലാവരും സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പോൾ ആദ്യം തന്നെ നോക്കുന്നത് നമ്മുടെ ചുറ്റും ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ. പുള്ളി നോക്കിയപ്പോൾ ഇവിടെ ചുറ്റൊന്നും റെസ്റ്റോറൻറ്റ് ഇല്ല. പുള്ളി അതിൻ്റെ സാധ്യത കണ്ടുപിടിച്ച് 2017 ആയപ്പോഴത്തേക്കും സ്വന്തമായി ഒരു റെസ്റ്റോറൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. നമ്മുടെ സ്വന്തം ബിരിയാണിയും പൊറോട്ടയും ബീഫും ചിക്കനും എല്ലാം കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അറിയാം കൊഡൂസ് കിച്ചൺ കിങ്സ്ലാൻഡിലെ വിശേഷങ്ങൾ. നാട്ടിലെ രുചിക്കൂട്ടുകളെല്ലാം നമ്മുടെ മലയാളികൾക്ക് വേണ്ടി സമ്മാനിച്ച നമ്മുടെ അനീഷ് കൊടൂർ കിച്ചൺസിൻ്റെ ഓണർ. അനീഷ് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നറിയാം. ഞാൻ 2014 ന്യൂസിലാൻഡിൽ വരുന്നത് ആസ് എ സ്റ്റുഡൻറ്റ്. ഹാമിൽട്ടണിലോട്ടാണ് വന്നത്. ഇൻടെക്കിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആൻഡ് ബിസിനസ് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എല്ലാവരും ചെയ്യുന്നത് പോലെ എനിക്ക് ഒരു വാട്ടർ കൂളർ കമ്പനിയിൽ, ജസ്റ്റ് വാട്ടർ എന്ന പേരിലുള്ള ഒരു വാട്ടർ കൂളർ കമ്പനിയിൽ എനിക്ക് സെയിൽസ് മാനേജറായി ജോലി കിട്ടുന്നു. അറിയാമല്ലോ. അതിനുശേഷം ഞാൻ വരുന്നത് മലബാർ ഏരിയയിൽ നിന്നാണ്. കാരണം ഫുഡിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡിൻ്റെ ഒരു ഏരിയ തന്നെയാണ് മലബാർ. തീർച്ചയായും. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് മിസ് ചെയ്തത് അത്തരത്തിലുള്ള ഫുഡുകളായിരുന്നു. നമ്മൾ ആ സമയത്ത് റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴും എനിക്ക് ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്, എസ്പെഷ്യലി മലബാർ ബിരിയാണി ഒന്നും എനിക്ക് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് നന്നായിട്ട് മിസ് ചെയ്തിരുന്നു. പിന്നെ ബിസിനസ് തന്നെയായിരുന്നു എപ്പോഴും ഐഡിയയിലുണ്ടായിരുന്നത്. പിന്നെ അറിയാവുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ കുറച്ച് കുക്കിംഗ് അറിയായിരുന്നു. റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ പോലും കുറച്ച് കുക്കിംഗ് അറിയായിരുന്നു. നല്ല രീതിയിൽ കുക്ക് ചെയ്യുമായിരുന്നു ചെറുപ്പം മുതൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹോസ്പിറ്റാലിറ്റി, ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞു. അപ്പം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫിഷ് ആൻഡ് ചിപ്സ് ബർഗർ ഷോപ്പായിരുന്നു ഹാമിൽട്ടണിൽ. പിന്നെ അത് ഗ്രാജുവലി നമ്മളത് നമ്മുടെ ഫുഡ് എന്തുകൊണ്ട് നമുക്ക് നമ്മളേതായിട്ടുള്ള ഫുഡ് അതിൽ ആഡ് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ട് വരികയും പിന്നെ അങ്ങനെ അത് ഗ്രാജുവലി നമ്മൾ ഓരോ മെനു ആയിട്ട് ആഡ് ചെയ്ത് ഇവഞ്ച്വലി അതൊരു കേരള ടേക്ക് അവേ ആയിട്ട്, ഒതൻറ്റിക് കേരള ടേക്ക് അവേ ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഓക്കെ, അതായിരുന്നു ഇതിൻ്റെ പുറകിലുള്ളൊരു സ്റ്റോറി. ഇപ്പോഴും നമ്മൾ ഒരു ട്രഡീഷണൽ വേ ഓഫ് കുക്കിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ ഒതൻറ്റിസിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഈ ഇവിടുത്തെ ഒരു പരിമിതികളുടെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഇതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഭക്ഷണത്തിൻ്റെ സ്മെല്ലടിക്കുമ്പോഴാണല്ലോ അല്ലേ നമ്മുടെ വായിൽ കൊതി ഊറുന്ന പോലത്തെ ആ ഒരു ക്രേവിങ് വരുന്നത്. നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ തന്നെ എനിക്കും ആ ഒരു ക്രേവിങ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫുഡിൻ്റെ സ്മെല്ലാണല്ലോ ശരിക്കും അത് കഴിക്കണം എന്ന് നമുക്ക് തോന്നിക്കുന്നത്. അതെ അതെ അതെ. എന്തായാലും ഞങ്ങൾ കുറച്ച് ഫുഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും. കൊഡൂസ് കിച്ചണിലെ അടിപൊളി ഫുഡ് ഡൈനിങ്ങും ടേക്ക് അവേ അല്ലാതെ വേറെ എന്തൊക്കെ സർവീസസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ കാറ്ററിംഗ് ചെയ്യുന്നുണ്ട്. പാർട്ടി ഓർഡേഴ്സ്, ബർത്ത്ഡേ ഫംഗ്ഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ബുഫേ ഉണ്ടാവാറുണ്ട് നമുക്ക് വീക്കിലി. പിന്നെ ഏതെങ്കിലും കസ്റ്റമേഴ്സൊക്കെ അവർക്ക് ആർക്കെങ്കിലും സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബർത്ത്ഡേക്കൊക്കെ സർപ്രൈസ് ആയിട്ട് അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാറുണ്ട്. ഇന്റർവ്യൂ നമുക്ക് നമ്മളെ ടീമിനെ ഒന്ന് പരിചയപ്പെട്ടാൽ. ഓക്കെ, ഷാഫ്സ് ജസ്റ്റിൻ, ശരം, ബേസിൽ, അത് നാരായണേട്ടൻ. ഞങ്ങളെ ടീമിലെ കുറച്ച് മുതിർന്ന ആളാണ്. അപ്പോൾ ജസ്റ്റിനാണ് എല്ലാവരും അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷെഫ്സാണ്. ജസ്റ്റിനാണ് നമ്മുടെ മെയിനായിട്ട് ബിരിയാണി,
പിന്നെ അലാക്കാട്ട് അടിച്ചു കൊടുക്കുന്ന ഓർഡർ, പാർട്ടി ഓർഡർ ഇതെല്ലാം ചെയ്യുന്നത് ജസ്റ്റിനാണ്. എസ്പെഷ്യലി ബിരിയാണിയിലാണ് ജസ്റ്റിൻ, ബിരിയാണിയും കറികളിലാണ്. പിന്നെ ജസ്റ്റിൻ അങ്ങോട്ട് കൊല്ലം ഭാഗത്തു നിന്നാണ്, പിന്നെ അവിടുത്തെ കുറച്ച് ഐറ്റംസ് കൂടെ ജസ്റ്റിൻ ചെയ്യാറുണ്ട്. ഷരുൺ മലപ്പുറത്തു നിന്നാണ്. ഷരുൺ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന മന്തിയിലാണ്. മന്തിയാണ് പുള്ളിയുടെ ഒരു മെയിൻ ഡിഷ് എന്ന് പറയുന്നത്. ഇത് ബേസിൽ പൊറോട്ട അലാക്കാട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ബേസിക്കലി എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാം ചെയ്യും. ഇത് നാരായണേട്ടൻ ഒരു മലപ്പുറത്ത് നിന്നാണ്. ഇവിടെ സ്നാക്സ് കൂടുതൽ ചെയ്യുന്നത് പഴംപൊരി. ഇപ്പോൾ നിങ്ങൾ കഴിക്കാൻ പോണ പഴംപൊരി, പരിപ്പുവട, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാക്കുന്നത്. എങ്ങനെയുണ്ട് കൊടൂസ് കിച്ചന്റെ ഫുഡ്? എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നത്? നാട്ടിലെ ബിരിയാണിയാണ്, മലബാർ, കണ്ണൂരിനാണ്. ഓക്കെ, നമ്മുടെ മലബാറി ബിരിയാണിയുടെ എല്ലാം എത്ര റേറ്റിംഗ് കൊടുക്കും ചുമ്മാ ചോദിക്കുവാണെങ്കിൽ? 10 on 10. ഓക്കെ. പ്രിയ പറഞ്ഞിട്ടുള്ള ഫിഷ് പൊള്ളിച്ചത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫിഷ് പൊള്ളിച്ചത്. അടിപൊളി. ബേസിക്കലി ഒരു സീ ഫുഡ് ലവറാണ് പ്രിയ. ഓഫ് കോഴ്സ്. അതെ. എങ്ങനെയുണ്ട്? അടിപൊളി, ഒരു രക്ഷയില്ല. എന്താണ് സ്പെഷ്യൽ എന്ന് ഓർഡർ ചെയ്തത്? ഇന്ന് മന്തി, പൊമ്പാനോ മന്തി. ഓക്കെ. മന്തി ഫാൻ ആണോ? മന്തി ഫാനാണ്. എല്ലാ പ്രാവശ്യം ഇവിടെ നിന്ന് മന്തിയാണ് കഴിക്കാറ്. ഇന്ന് സ്പെഷ്യലായിട്ട് പൊമ്പാനോ മന്തി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. നാട്ടിലെ മന്തിയുടെ അത്ര എത്തുന്നുണ്ടോ നമ്മുടെ ഇവിടുത്തെ മന്തി? നാട്ടിലെ ടേസ്റ്റ് തന്നെയാണ്, അടിപൊളിയാണ്. സ്ഥിരം കസ്റ്റമറാണ്. അതെയോ? ഓക്കെ. ഓറഞ്ചിന്റെ കളറാ സത്യം പറഞ്ഞാൽ എന്നെ അട്രാക്ട് ചെയ്തത്. ബ്ലഡ് ഓറഞ്ച്. പക്ഷേ ഇറ്റ്സ് ഓക്കെ അനീഷേട്ടൻ, എനിക്ക് മൂന്നും കുടിക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഈ ഇത്രയും സമയം അനീഷേട്ടൻ്റെയും മനീഷേട്ടൻ്റെ ഈ സ്ഥാപനത്തിലും ചെലവഴിച്ചപ്പോൾ ഞങ്ങൾക്ക് തന്നെ അത് മനസ്സിലായി എങ്ങനെയാണ് ചേട്ടൻ ഇങ്ങനെ ഒരു സാമ്രാജ്യം എന്ന് പറയാലോ അല്ലേ? സാമ്രാജ്യം എന്ന് പറയാൻ ആയിട്ടില്ല, ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ്. തുടക്കം. അതെ, ചേട്ടൻ്റെ ഈ കൊച്ചു ആഗ്രഹം, ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരുന്നു ചേട്ടൻ്റെ സ്റ്റാഫ്സ്. ഇതൊരു ഫാമിലി പോലെയാണ് ചേട്ടൻ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇത് കണ്ടപ്പോൾ ഒത്തിരി പ്രേക്ഷകർക്ക് തന്നെ ഒരു മോട്ടിവേഷൻ തുടങ്ങിയിട്ടുണ്ട്. നത്തിങ് ഇസ് ഇമ്പോസിബിൾ എന്നൊരു കാര്യം കൂടെ സത്യം പറഞ്ഞാൽ അനീഷേട്ടൻ്റെ ഈ ഒരു ജേർണി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ആൾക്കാർക്ക് മനസ്സിലായി. താങ്ക് യു സോ മച്ച് അനീഷേട്ട ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഞാൻ അബി. ഞാനിപ്പോൾ നിൽക്കുന്നത് ലീഡ്സിലെ പ്രശസ്തമായ തറവാട് റെസ്റ്റോറൻറ്റിന് മുമ്പിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കുന്നു. സാറിന്റെ പേരെന്താ? എൻ്റെ പേര് ബാബു ചെറിയാൻ. ബാബു ചെറിയാൻ. മാഡം? ജോബി. ഓ വാവ്. ഓക്കെ. അപ്പോൾ തറവാട്ടിലെ വിശേഷങ്ങളാണ് ഞങ്ങൾ അറിയാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ തറവാട്ടിന്റെ എത്ര നാളായി ഇപ്പൊ തറവാട്ടിൽ വന്നിട്ട്? തുടർന്നിപ്പോ തന്നെ ഞങ്ങള് ഉണ്ടായിരുന്നു ഇവിടെ. ഞങ്ങളിപ്പോ ലീഡ്സിൽ വന്നത് 2007. തറവാട് 2014 ഉണ്ടായിരുന്നു. അന്ന് തൊട്ടേ ഞങ്ങൾ വന്നു. ഒബ്വിയസ്ലി ഒരു കേരള റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സംതിങ് വിച്ച് വി വർ ലുക്കിംഗ് ഫോർവേഡ് ടു. പിന്നെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ആക്ച്വലി ഞങ്ങൾ വന്നു തുടങ്ങിയ പിന്നെ ഇറ്റ് ഈസ് ഓൾവേസ് ബീൻ അബവ് എക്സ്പെക്ടേഷൻ. അതുവരെ നമ്മുടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉള്ളത് കുറേ ഗ്രീസി ഫുഡും കുറച്ച് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ്. ഇത് നമ്മുടെ ഒത്തൻറ്റിക് ഇന്ത്യൻ ടേസ്റ്റ്, ലെസ് ഗ്രീസി ഫുഡ് അതായിരുന്നു. പിന്നെ സ്റ്റാഫും എല്ലാവരും ഫ്രണ്ട്സായി, ഭയങ്കര ഫ്രണ്ട്ലി അംഗമായി. പിന്നെ ഞങ്ങൾ ക്രിക്കറ്റിലും ഇൻവോൾവ്. അപ്പം അതിൽ തറവാട് ബീൻ കീ സ്പോൺസർ. അപ്പം അങ്ങനെ ഒരു അസോസിയേഷനും ഉണ്ട്. അപ്പം അങ്ങനെ കുറേ മെമ്മറീസും ഉണ്ട്. ആനിവേഴ്സറീസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ റിലേറ്റീവ്സ് വല്ലവരും ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഈവൻ പുറത്തുനിന്ന് വന്നാലും യൂഷ്വലി ഞങ്ങൾ ഇവിടെയാണ് കൊണ്ടുവരാം. ഇതൊരു സേഫ് ചോയ്സാണ്. നമ്മുടെ ടേസ്റ്റിൻ്റെ ഫുഡും കിട്ടും. പിന്നെ യൂഷ്വലി ഒരു എക്സ്പെക്ടേഷൻ ബീറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ഞാൻ കൂടുതൽ പറയില്ല ആൾക്കാരോട്, നല്ലൊരു റെസ്റ്റോറൻറ്റ് ആണെന്ന് പറഞ്ഞു കൊണ്ടുവരും. പക്ഷേ അത് യൂഷ്വലി തിരിച്ചു പോകുമ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഗസ്റ്റ് ആണെങ്കിലും ദേ ആർ ഓൾവേസ് വെരി ഹാപ്പി. ദേ ഓൾവേസ് ടെൽ us നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകും. ഇറ്റ്സ് എ വെരി കോസി പ്ലേസ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ തറവാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. സ്റ്റാഫ് ആണെങ്കിലും കസ്റ്റമർ ആണെങ്കിലും എല്ലാവരും ചിരിച്ചുകൊണ്ട്, എല്ലാവരും നല്ല എന്താ പറയുക സന്തോഷിച്ച് തന്നെ ഇരിക്കുന്നത്. നമുക്കൊരു ശരിക്കും ഫീൽ. അപ്പം അത് ഒരു തറവാടിൻ്റെ സീക്രട്ട് ആണോ? അതാണോ ഇവിടുത്തെ സക്സസ്?
ഞാൻ കണ്ടേക്കുന്നത് പ്രസിബി, പ്രകാശ്, ഇവരൊക്കെ ഫ്രണ്ട്സ് ആയി. സോ യു ഓൾവേസ് ഫീൽ ലൈക്ക് യു ആർ കമ്മിങ് ടു ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വരുന്ന പോലെ ഒരു അറ്റ്മോസ്ഫിയർ. അതൊന്ന്. പിന്നെ ഞാൻ ഐ ഹാവ് സീൻ ദം ഈറ്റിംഗ് ഫുഡ് ഹിയർ റെഗുലർലി. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അവരും ഇവിടുന്ന് തന്നെ എല്ലാ ദിവസവും ഫുഡ് കഴിക്കണം. സോ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് ഹാസ് ടു ബി ഗുഡ്. അങ്ങനെ അപ്പൊ ജനറലി യുനോ ദേ ഓൾസോ മെയിൻറ്റെയിൻ റിലേഷൻസ് വെരി വെൽ. അത് എല്ലാ റെസ്റ്റോറൻറ്റും നമുക്ക് അങ്ങനെ ഒരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് കിട്ടില്ല. അപ്പോൾ ദാറ്റ് ഈസ് പ്രിറ്റി യൂണിക് ടു തറവാട്. അപ്പൊ സാറിന് ഏറ്റവും ഗോ ടു ഡിഷ് ഇവിടെ തറവാട്ടി വരുമ്പോ ഫസ്റ്റ് ഇതാണ് ഏറ്റവും കൂടുതൽ? മീൻ പൊള്ളിച്ചതാണ് എന്റെ ഫേവറേറ്റ്. മീൻ പൊള്ളിച്ചത് എന്റെ വൈഫിന്റെയും ഫേവറേറ്റ് അതാണ്. മീൻ പൊള്ളിച്ചത് ഇവിടുത്തെ മീൻ പൊള്ളിച്ചത് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ഡിഷാണ്. എന്താണ് വേറെയുള്ള റെസ്റ്റോറൻറ്റുമായിട്ട് നോക്കുമ്പോൾ മീൻ പൊള്ളിച്ചത് എന്തുകൊണ്ട് തറവാട്ടിലെ പ്രത്യേകത എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ മീൻ പൊള്ളിച്ചത് ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫിഷിൽ ബോൺസ് കാണില്ല ഒട്ടും. ബോൺസ് ഇല്ല. ഇറ്റ്സ് ഫിഷ് ഫില്ലറ്റ് ആൻഡ് പ്ലസ് ദ സോസ് ഇസ് വെരി ക്രീമി. സോ ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ ഒരു ഹാസൽ ഫ്രീ ഡിഷാ. യു ക്യാൻ എൻജോയ് ദ ഡിഷ് ആസ് മൈനസ് ദ ബോൺസ്. അതൊരു യുണീക് പാട്ട്. നമ്മള് വേറെ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോ ഈ മീൻ പൊള്ളിച്ചത് വേറെ കഴിച്ചിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ ബോൺസ് കാണും, പിന്നെ കുറെ എക്സ്ട്രാ സ്പൈസസും കാണും. ഇവിടുത്തെ ഡിഷസ് ഞാൻ നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു ബാലൻസ്ഡ് പാലയാണ്. അപ്പൊ അതിലിപ്പോൾ പിള്ളേർക്കും കഴിച്ച ബോൺസിന്റെ പ്രോബ്ലംസ് ഇല്ല. അന്ന് കൂടുതൽ ബ്ലാൻഡും അല്ല. നോർമൽ ഒരു വെസ്റ്റേണൈസ്ഡ് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബ്ലാൻഡ് ഫുഡ്, നമ്മുടെ സ്പൈസസ് കിട്ടില്ല. ഇവിടെ ഭയങ്കര അത് ബ്ലെൻഡ് ഇസ് വെരി ഗുഡ്. അതായത് ഓരോ ഡിഫറെന്റ് ക്രാഫ്റ്റഡ് ഫ്ലേവേഴ്സ് ആണല്ലോ ഇവിടെ വരുമ്പോൾ. അത് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ ഫുഡ് നമുക്ക് സ്മെല്ല് തന്നെ നമുക്ക് തിരിച്ചറിയാം. ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്. അതായത് നാട്ടിൽ ചെയ്യുന്ന സെയിം സ്മെല്ലും ഉണ്ട്, എന്നാൽ കാണുമ്പോൾ പ്രസന്റേഷൻ വൈസ് ലുക്സ് വെരി ഡിഫറെന്റ്. Absolutely. I mean, each dish is different. You know, it's not the same saucy taste that you get in regular Indian takeaways or Indian restaurants. Each dish is different and each dish is authentic, which is great. ഈ റെസിപ്പി വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യുന്നത്? അതായത് ഇതുപോലത്തെ കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ. ഞങ്ങൾ വേറെ മീൻ പൊള്ളിച്ചത് കഴിച്ചിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് ഇവിടുത്തെ ഏറ്റവും ഇവരുടെ സ്റ്റാൻഡേർഡ് ഇവർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഐ മീൻ കൺസിസ്റ്റന്റ്ലി ഗുഡ് ക്വാളിറ്റി ആൻഡ് ഡെലിഷ്യസ് ഫുഡ്. അതാണ് ഇവരുടെ USP. ആൻഡ് പ്ലസ് ഇവരുടെ ഓണേഴ്സും സ്റ്റാഫും ഭയങ്കര ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അവിടെ. സോ വി ഫീൽ വെരി വെൽക്കംഡ് ഓവർ ഹിയർ. അത് നാട്ടിലൊരു വീട്ടിൽ കയറി ചെല്ലുന്ന. Absolutely. And one more thing is ഞങ്ങൾ ആക്ച്വലി ബോംബെ born and brought up. അപ്പൊ ബോംബെയിൽ ആക്ച്വലി Kerala restaurants ഇല്ല, to be honest. In spite of so many years down the line, we still don't have any Kerala restaurants in Bombay. പക്ഷെ ഇവിടെ we are very very happy to have a Kerala restaurant serving authentic food. നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ ആ ഒരു മെമ്മറീസ് എപ്പോഴും അത് ഇവിടെ വരുമ്പോൾ പുതുക്കും. ഞങ്ങള് ബോംബെയിൽ പോകുമ്പോഴും ഞങ്ങൾ എല്ലാ വർഷവും നാട്ടിൽ പോകും. ആ ഒരു ഫീൽ അവിടെ തറവാട്ടിൽ വരുമ്പോൾ യു ഗെറ്റ് ദ സെയിം കൈൻഡ് ഓഫ് ഫ്ലേവേഴ്സ് ആൻഡ് ആ സെയിം ചൈൽഡ്ഹുഡ് മെമ്മറീസും ആ ഒരു വളർന്ന ഒരു മൂമെന്റ്സ് ഒക്കെ തിരിച്ചു വരും. അതൊരു പ്രത്യേകത കേട്ടോ. എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്. അതായത് അവരുടെ ഫ്ലേവേഴ്സും ഫുഡിൽ വഴി നമ്മൾ വി ഗോ ബാക്ക് ഇൻ ടൈം. അതൊരു പ്രത്യേകതയല്ലേ. ഇതിന്റെ ക്വാളിറ്റി ആക്ച്വലി എല്ലാവർക്കും 10 വർഷം കഴിഞ്ഞു. എന്നാലും when we come here നമുക്ക് ആ സെയിം എക്സ്പെക്ടേഷൻ സെയിം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതായത് ഫസ്റ്റ് വരുന്ന വിസിറ്റും എല്ലാം അപ്പൊ അത് സെയിം ആയിട്ട് തന്നെ അല്ലേ? ശരിക്കും ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഡിസപ്പോയിന്റ് ആയിട്ടില്ല. വിത്ത് എനി വിസിറ്റ് ഓഫ് us. It has always been good. Thank you. അപ്പോൾ ഈ 10 വർഷമായിട്ട് വരുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് മെമ്മറി, അതായത് ഏതെങ്കിലും ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടോ ആ ഒരു സമയം അടിപൊളിയായിരുന്നു? എന്റെ ഫ്രണ്ട് USC വന്നപ്പോ we had got them here, to treat them. And she was totally blown away by the food that she had. And in fact, she even called Prakash and asked him, what the recipe details were like. So she loved it. She just loved it over here. ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവെച്ച ബാബു ചെറിയൻ ഫാമിലിയോട് എന്റെയും തറവാടിന്റെയും ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. Global Laboratory is GCC's largest laboratory for testing of food, water, and cosmetics. At Global Lab, we have been serving the most prestigious companies in UAE, Saudi, and Oman for more than 12 years.
We are proud to deliver fast and accurate results and offer competitive pricing. From doorstep sample collection to technical consultations, Global Lab is always happy to go the extra mile for our clients. Contact Global Lab today for your company's testing requirements. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. UK അടുത്തറിയാം എന്ന പ്രോഗ്രാമിലോട്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നുള്ള ലിവർപൂളിലാണ്. ലിവർപൂളിലെ ഗ്രീൻ ചില്ലീസ് എന്നുള്ള ഷോപ്പിലാണ്. അപ്പം നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊന്ന് കേട്ടറിഞ്ഞാലോ? നമസ്കാരം, എൻ്റെ പേര് സുരേഷ്. ഞാൻ മണറാട് കോട്ടയത്തു നിന്ന് വരുന്നു. ഇവിടെ ലിവർപൂളിൽ വന്നിട്ട് ഇപ്പോൾ 2004 വന്നതാണ്. ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങി. രണ്ടുപേരും ബേസിക്കലി നേഴ്സുമാരാണ്. ഞാനും എൻ്റെ വൈഫ്. ഇത് ജൂബി. ഹായ്, എൻ്റെ പേര് ജൂബി. ഞങ്ങൾ 20 വർഷമായി ഇവിടെ വന്നിട്ട്. ഐ ലൈക്ക് കുക്കിംഗ് ആൻഡ് ഹീ ലൈക്സ് ഫുഡ്. സോ അതുകൊണ്ടാണ് നമ്മളൊരു ഹോട്ടൽ ബിസിനസ്സിലേക്ക് കടക്കാനുള്ള കാര്യം. ഇവിടെ നമ്മൾ വന്ന ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ഒരു കേരള ഫുഡായിട്ട് നമുക്ക് കിട്ടത്തില്ലായിരുന്നു. കേരള ഫുഡ്, പ്രോപ്പർ കേരള ഫുഡ്, നമ്മുടെ ദോശ, കപ്പ, അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണി ഒക്കെ, ചപ്പാത്തി ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കാൻ 2 മണിക്കൂർ യാത്ര ചെയ്ത് വേണം നമ്മൾ പോകാൻ. ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കാം, നിങ്ങൾ എന്തിനാ ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങുന്നതെന്ന് ചോദിക്കുമായിരുന്നു. പക്ഷേ നമുക്ക് ഫുഡ് ഇഷ്ടമുള്ള കാരണം നമ്മളൊരു ഹോട്ടൽ ബിസിനസ്സിലേക്ക് വന്നു. നമ്മുടെ പ്രോപ്പർ കേരള സ്റ്റൈൽ ഫുഡ്, അതായത് ദോശ, ചപ്പാത്തി, കപ്പയും മീൻകറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഇംഗ്ലീഷുകാർ നമുക്ക് റെഗുലറായിട്ടുള്ള കസ്റ്റമേഴ്സ് ഇവിടെ വരാറുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ഫുഡ് അവർ കഴിക്കുന്നതിൽ നല്ല താല്പര്യത്തിൽ തന്നെയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് കഴിക്കുന്നത്. അവർക്ക് സ്പൈസ് കുറവാന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ അതിശയിച്ച് പോയിട്ടുണ്ട്. പിന്നെ അവർക്ക് അങ്ങനെ നമ്മുടെ ഫുഡ് അറിയത്തില്ലായിരുന്നു. കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു നമ്മുടെ ഫുഡ്. അപ്പോൾ നമ്മൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ്, ഇങ്ങനെയാണ്, സ്പൈസസ് ഇങ്ങനെയാണ്. പക്ഷെ അവർ ചോദിക്കുന്ന അവർക്ക് സ്പൈസി കുറവായിട്ട് വേണ്ടിയവർക്ക് സ്പൈസി കുറഞ്ഞിട്ടുള്ള ഫുഡ് നമ്മൾ കസ്റ്റമേഴ്സ് ചോയ്സ് അനുസരിച്ച് നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ട്. നമ്മുടെ ഒരു ഫേമസ് ഡിഷാണ് മീൻ പൊള്ളിച്ചത്. അത് നമ്മുടെ നാട്ടിലെ വാഴയില, ഫ്രഷ് വാഴയിലയിൽ ഉണ്ടാക്കുന്ന ആ ഒരു മസാലയൊക്കെ ഇട്ട് ആ ഒരു ടേസ്റ്റ്, നിങ്ങൾ ആ മീൻ പൊള്ളിച്ചതിൻ്റെ ആ വാഴയിലൊക്കെ തുറക്കുമ്പം തന്നെ അതിൻ്റെ ഒരു മണം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലതായിട്ട് മൂവിങ് ഉള്ള ഒരു ഡിഷാണ് നമ്മുടെ മീൻ പൊള്ളിച്ചതെന്ന് പറയുന്നത്. അതിവിടെ അങ്ങനെ അധികം കിട്ടാറില്ല. നമ്മൾ മസാലയൊക്കെ നല്ല രീതിയിലിട്ട് നല്ല രീതിയിൽ മീൻ പൊള്ളിച്ചെടുക്കുന്നതാണ് ഇവിടെ. പിന്നെ നമ്മുടെ സ്റ്റാഫ് എന്ന് പറയുന്നത് ഫ്രണ്ട് സ്റ്റാഫ് ആയാലും കിച്ചൺ സ്റ്റാഫ് ആയാലും നമ്മുടെ എല്ലാ സ്റ്റാഫുമാരും നമ്മൾക്ക് ഇവിടെ ഉള്ളത്. നമ്മളുടെ ഈ ഗ്രീൻ ചില്ലീസ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയപ്പം മുതലുള്ള സ്റ്റാഫുമാരാണ് നമ്മൾക്ക് ഇവിടെ ഉള്ളത്. അവർ ഹാപ്പി ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റാഫിനെ ഒരു സ്റ്റാഫായിട്ടല്ല നമ്മൾ കാണുന്നത്, നമ്മൾ അവരെ കാണുന്നത് നമ്മുടെ ഒരു ഫാമിലി, നമ്മളൊരു കുടുംബം പോലെയാണ് ഇവിടെ നിന്ന്. അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് സംസാരിക്കും. അപ്പം നമ്മളവിടെ വന്നിട്ട് നമ്മളെല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അറിയുന്നു. പിന്നെ ഡിഷസിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കാനുണ്ട്. അവർ എപ്പോഴും അത് കേൾക്കാനും അവർ തയ്യാറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു എന്നാ പറയുന്ന ഒരു ഹോട്ടൽ ഫുഡായിട്ടല്ലാതെ നമ്മുടെ ഒരു ഹോംലി ഫുഡായിട്ട് കൊടുക്കാനാണ് ഇഷ്ടം. കൂടുതൽ എണ്ണയൊന്നും ഇല്ലാതെ എല്ലാ സമയത്തും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചും കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും കൊടുക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന സ്റ്റാഫ്മാരാണ് നമുക്കിവിടെ ഉള്ളത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. സുരേഷും ജൂബിയും കുടുംബവുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് ഇന്ന് 20 വർഷത്തിൽ മേളായി. ആ സൗഹൃദം ഇന്നും കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ജൂബിയും സുരേഷും ഒക്കെ കട തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെയും പലപ്പോഴും ഈ കടയിൽ വരികയും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുവാൻ ഞങ്ങൾ എപ്പോഴും ഒരുക്കി തരാറുണ്ട്. അതുകൂടാതെ തന്നെ ഞങ്ങളുടെ പള്ളിയിലുള്ള ഭക്ഷണ കാര്യങ്ങളെല്ലാം തന്നെ അന്നു മുതൽ ഇന്ന് വരെയും ഏറ്റവും കൂടുതൽ ഭക്ഷണം കൊടുക്കുകയും മറ്റുള്ളവർക്ക് സന്തോഷം പകരുവാൻ അവർക്ക് കഴിയുന്നുണ്ടെന്നുള്ള ഒരു സന്തോഷ വാർത്തയും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നല്ല നല്ല ഭക്ഷണം, പല വിധത്തിലുള്ള ഇറച്ചി ഭക്ഷണങ്ങളുണ്ട്, ബിരിയാണികളുണ്ട്, മീൻകറികളുണ്ട്, സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം ഇവിടെ കൊടുത്ത് പല ആളുകളും ഇവിടെ വരികയും അവർക്ക് ഒത്തിരി സന്തോഷത്തോടെ ഇത് ഭക്ഷണം കഴിച്ച് തിരിച്ച് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം അറിയുന്നുണ്ട്. നിങ്ങളെ ഈ നല്ലൊരു കടയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ UK വന്നാൽ അതിവിടെ ഗ്രീൻ ചില്ലീസിൽ വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നത് ഒന്ന് മസാല ദോശ, എല്ലാ ദോശ ഐറ്റംസും കിട്ടും. കപ്പ മീൻകറി, ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്നത് ലിവർപൂളിലെ നല്ല UK ഏറ്റവും നല്ല ബിരിയാണി നമ്മുടെ ടേസ്റ്റോട് കിട്ടുന്ന ഏക ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ചില്ലീസ് ആകുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഗ്രീൻ ചില്ലി റെസ്റ്റോറൻറ്റ് ലിവർപൂളാണ്. അത്
നമ്മൾ മാഞ്ചസ്റ്ററിൽ നിന്ന് വരുവാണെങ്കിൽ M62 വഴി വന്ന് ഇതിൻ്റെ സ്ഥലം പ്രസ്കോട്ട് റോഡിലാണ് നമ്മുടെ ഇത് റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഫേമസ് എന്ന് പറഞ്ഞാൽ ആൻഫീൽഡ് സ്റ്റേഡിയം ഉണ്ട്. എല്ലാവരും അങ്ങനെ കാണാൻ വരുന്നവർക്കൊക്കെ ആൻഫീൽഡ് ഫുട്ബോൾ കാണാൻ വരുന്ന ഫുട്ബോൾ പ്രേമികൾക്കൊക്കെ ഇവിടെ വന്ന് നമുക്ക് തൊട്ടടുത്ത ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ്സ് ഉള്ളൂ ആൻഫീൽഡ് സ്റ്റേഡിയത്തിലോട്ട് പോകാനായിട്ട്. ലിവർപൂൾ സിറ്റി സെൻറ്റർ ഇവിടുന്ന് ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ. എല്ലാം തൊട്ടടുത്തടുത്താണ്. പിന്നെ നമ്മുടെ അടുത്ത പ്രൊജക്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അതും ഇവിടുന്ന് ടണൽ കടന്ന് അപ്പുറത്ത് വിറാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഗ്രീൻ ചില്ലീസ് 2 ആരംഭിക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് കുഴപ്പമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മറന്നു പോകുന്നതിന് മുമ്പ് പറയണം. ഇവിടെ നമ്മൾ 5 വർഷമായി നമ്മൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു. നല്ല രീതിയിൽ തന്നെ ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനാദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാഫ്മാർ, അവർ നമുക്ക് ആദ്യമേ തൊട്ടേ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ മുതലുള്ള സ്റ്റാഫ്മാരാണ് നമുക്കിവിടെ ഉള്ളത്. അവർ എന്നാ പറയുന്ന അവരൊരു സ്റ്റാഫ്മാരായിട്ടല്ല കാണുന്നത്, നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പേഴ്സായിട്ടാണ് കാണുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫാമിലീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് നമുക്ക് റെഗുലറായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനുണ്ട്. അവരോടും നന്ദി പറയുന്നു. ഇനി മുന്നോട്ടും ഇതുപോലെ തന്നെ ആയിരിക്കും. അതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾ അതായത് ഉണ്ടെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നല്ലതാണെങ്കിൽ, ഫുഡ് മോശമാണെങ്കിലോ എങ്ങനെയാണെങ്കിലും അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഫീഡ്ബാക്ക് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നന്നാക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഇനി വരുന്ന പ്രോജക്റ്റിലും അതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നും നിങ്ങളുടെ സഹകരണവും എല്ലാവരോടും ഉള്ള നന്ദിയും ഇതിൽ കൂടെ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. Hello everyone, welcome to yet another beautiful episode with DC Jewellers. ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോൾക്കി കളക്ഷൻ കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല, ഇഷ്ടംമാതിരി കളക്ഷൻസ് ഡി സിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ബ്രൈഡ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനത്തെ കളക്ഷൻസാണ് കൂടുതലെടുക്കുക? ഡിസൈനർ പീസസ്. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ബ്രൈഡ് വരുമ്പോൾ ഏത് ബ്രൈഡ് ആയിക്കോട്ടെ, ദേ ഓൾവേസ് പ്രിഫർ ഡയമണ്ട് സെറ്റ്, ആൻറ്റിക് സെറ്റ്, പിന്നെ അൺകട്ട് റൂബി പ്രഷ്യസ് കളക്ഷൻ ആൻഡ് ഡെഫിനറ്റ്ലി പോൾക്കി സെറ്റ്. പോൾക്കി സെറ്റ് മസ്റ്റാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പോൾക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു വളരെ ഭംഗിയല്ലേ. പിന്നെ കുറേ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് പോൾക്കി എന്നുള്ളത്. പോൾക്കി എന്ന് പറയുന്നത് ആക്ച്വലി ഡയമണ്ട്സ് തന്നെയാണ്, ബട്ട് സെമി ദാറ്റ് ഈസ് നമ്മളിപ്പോൾ നേച്ചറിൽ നിന്ന് നേരിട്ട് എടുക്കുന്ന, ദാറ്റ് ഈസ് അൺകട്ട് എന്ന് പറയുന്നത് അതിനെ പ്രോസസ്സ് ചെയ്യാണ്ട് റോ ഫോമിൽ സെറ്റ് ചെയ്യുന്നതാണ് അൺകട്ട് എന്ന് പറയുന്നത്. ഫുള്ളി പ്രോസസ്സിനെയാണ് ഡയമണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഒരു മിഡിൽ പ്രോസസ്സിനെയാണ് പോൾക്കീസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അതനുസരിച്ച് അതിൻ്റെ ക്യാരറ്റ് റേറ്റിനുള്ള വ്യത്യാസങ്ങളാണ് വരിക. ബൈബാക്കുള്ള പ്രോഡക്റ്റാണ് അല്ലേ, സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് ഇറ്റ് ഇസ് ഈക്വൽ ടു ടേക്കിംഗ് ഗോൾഡ് എടുക്കുന്നതിന് തുല്യമാണ് പോൾക്കി സെറ്റ്സ്. പിന്നെ എനിക്ക് അതിലൊക്കെ പുറമെ പോൾക്കി സെറ്റ്സിനോടുള്ള ഇഷ്ടം എന്താണെന്ന് അറിയും, നമ്മുടെ ഏത് സ്കിൻ ടോണും നന്നായി ഇണങ്ങും, പിന്നെയും പിള്ളേർ ഉപയോഗിക്കും. നമ്മൾ വലിയൊരു മാല എടുത്തിട്ട് കൊച്ചിടുന്നതിലും നല്ലത് ആ കുട്ടിക്ക് ഇഷ്ടമുള്ളൊരു പീസ്. ഇപ്പോൾ എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് പോൾക്കിയുടെ ഒരു കോമ്പിനേഷൻ ലോക്കറ്റാണ് കേട്ടോ. എന്തൊരു ഭംഗിയല്ലേ അത് കാണാൻ തന്നെ. അല്ലാണ്ട് നമ്മളൊരു വലിയൊരു മാല ഇടുന്നതിലൊക്കെ എന്തോ ഒരു ശൈലാണ് ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ളത്. ഇതൊക്കെ എത്ര വെയിറ്റ് വരും നോക്കിയേ. ഇതൊക്കെ നമ്മുടെ ഒരു ഭയങ്കര അട്രാക്റ്റീവ് പീസാണ് കേട്ടോ. കണ്ടോ, ഓക്കെ. വെയിറ്റ് ഏകദേശം വരുന്നത് 3.5 പവനാണ്. വെറും 3.5 പവനിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോൾക്കി സെറ്റ് കണ്ടോ നോക്കിയേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3.5 പവനിലുള്ള പോൾക്കി സെറ്റ്. അത് തന്നെ നാച്ചുറൽ എമറൽസ് ഒക്കെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി ഫീലുള്ള പീസ് കേട്ടോ. കണ്ടോ, ശരിക്കും പണ്ടൊക്കെ ഇങ്ങനെയൊരു സെറ്റ് നമ്മളൊരു പിക്ചറിൽ കാണുള്ളൂ അല്ലേ. ഞാൻ ആലോചിക്കുക എൻ്റെ വെഡ്ഡിങ് സമയത്തൊന്നും ഇങ്ങനെയൊരു ഓപ്ഷനേ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള ഇഷ്ടംമാതിരി കളക്ഷൻസ് ഉണ്ട്. നവരത്ന വരുന്ന ഒരു ബ്യൂട്ടിഫുൾ പീസാണ് കണ്ടോ, നവരത്ന പോൾക്കി കോമ്പിനേഷൻ. പിന്നെ വി ഹാവ് സം ബ്യൂട്ടിഫുൾ ഗ്രാൻഡ് സെറ്റ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഷേല കാണാൻ കണ്ടോ, നോക്കിയേ എന്താ അതിൻ്റെ ഒരു ഭംഗിയില്ലേ. ബൈബാക്കുള്ള സ്റ്റോൺസാണ്, അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എടുക്കുകയും ചെയ്യാം. കണ്ടോ,
കണ്ടോ മാച്ചിങ് ഇയറിങ്സും ഭയങ്കര ക്ലാസി അല്ലേ. ദേ എൻ്റെ കാതിൽ തന്നെ കിടക്കണ ഒരു ഇയറിങ് കണ്ടു. ഇറ്റ്സ് വെരി പ്രിറ്റി. നമ്മളൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ പോൾക്കിയുടെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ക്ലാസി. അതുപോലെ ബാംഗിൾ റേഞ്ചസും ഉണ്ട് കണ്ടോ, ട്വിസ്റ്റിംഗ് ആയിട്ട്. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ലവ്ഡ് വൺസിനെ കാണുമ്പോൾ ഒരു പോൾക്കി ബാംഗിൾ ആയിക്കോട്ടെ, എന്താ മോശം, അടിപൊളിയല്ലേ, നല്ല അടിപൊളി പീസാട്ടോ. അത് എല്ലാവരും ചിരിക്കുന്നുട്ടോ ലവ്ഡ് വൺസ് എന്ന് പറഞ്ഞപ്പോൾ കണ്ടോ. പിന്നെ അതേ നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ ഡിസൈന് ഇത് ചെയ്യുന്ന പോലത്തെ ഒരു നല്ല പീസ് കേട്ടോ. ഇത് ഗ്രീനിലാണ് ചെയ്തിരിക്കുന്നത്, നമുക്ക് ബ്ലൂവിലും ചെയ്യാം റെഡിലും ചെയ്യാം കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ഫ്ലവർ ഇസ് ഓൾവേസ് എ പേഴ്സണൽ ഫേവറേറ്റ് ഫോർ എവ്രി വൺ. പിന്നെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് വന്നിരിക്കുന്നത് അത് ഇങ്ങനെ ക്ലച്ച് ടൈപ്പ് മോഡലാണ് കണ്ടോ. കഴുത്തിൽ നമ്മൾ ഗൗണ്ടോടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് കിടക്കും കേട്ടോ. ഹെവി ആയിട്ടുള്ള ചോക്കേഴ്സും അവൈലബിൾ ആണ്. എനിക്ക് ചെയ്തില്ല ബിക്കോസ് എൻ്റെ കഴുത്ത് കുറച്ച് പ്ലംപ്പാണ്. പക്ഷേ സ്ലിം ആയിട്ടുള്ള കുട്ടികൾക്ക് ഭയങ്കര എലഗൻറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് പോൾക്കി ചോക്കേഴ്സ്. അങ്ങനത്തെ ഇഷ്ടംമാതിരി പോൾക്കിയിൽ ഹാരംസ് ഇതിൽ കാണിച്ചു തുടങ്ങിയ കുറച്ചൊന്നും അല്ല കേട്ടോ. നോക്കിക്കേ എന്തൊരു ഭംഗിയല്ലേ കാണാൻ. ഇതൊക്കെ റിയൽ ജ്വല്ലറിയിൽ നിങ്ങൾ വളരെ ചുരുക്കമായിരിക്കും കാണാം കേട്ടോ. ഇത് ഇഷ്ടംമാതിരി കളക്ഷൻസ് ഉണ്ട്. ലോക്കറ്റ്സ് ഉണ്ട് അല്ലേ, ലോക്കറ്റ്സ് ഉണ്ട്. ഫർദർ കളക്ഷൻസിന് ഡെഫിനറ്റ്ലി നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യണം. പിന്നെ പോൾക്കിയുടെ ഇഷ്ടംമാതിരി കളക്ഷൻസ് മാത്രമല്ല നമ്മുടെ അടുത്ത് ഇഷ്ടംമാതിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഫോർ കസ്റ്റമൈസേഷൻ ഓൾസോ. നിങ്ങൾക്ക് അതിൽ കളർ ചേഞ്ച് ആണ് വേണ്ടത്, വേറെ ഓപ്ഷനാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി വിൽ ഡു ഇറ്റ് ഫോർ യു. ദേ ഇതൊരു നല്ല പീസ് കേട്ടോ കണ്ടോ. അപ്പോൾ ഫർദർ കളക്ഷൻസിന് നമ്മൾ വിളിച്ചോളൂ, സമീപിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഡിസൈനർ ഓർണമെൻറ്റ്സ് ആണ്. ഡിസൈനർ ഓർണമെൻറ്റ്സ് ആർ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലാസി അറ്റ് DC Jewellers. സോ സ്റ്റേ ട്യൂൺ വിത്ത് DC Jewellers. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ ഹാപ്പി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ വിശേഷങ്ങളുമായാണ് ഞാൻ സുകന്യ ജയറാം വന്നിരിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ളവരുടെ വിശേഷങ്ങളൊക്കെ കേട്ടാലോ? എന്താ പേരെന്താ? ആമ്പൽ. ആമ്പൽ എത്രയിലാ പഠിക്കണേ? ഒന്നില്. ഏത് സ്കൂളിലാ? ആണോ? ഇപ്പൊ എന്താ ഇവിടെ ഹോളിഡേസിന് വന്നതാ? ഇഷ്ടമായോ സ്ഥലം? എവിടെയാ നമ്മളിപ്പോ നിൽക്കുന്നേ? ഹാപ്പി ലാൻഡ്. ഹാപ്പി ലാൻഡിൽ വന്നിട്ട് ഹാപ്പി ആയോ? കൂടെ ആരാ വന്നിട്ടില്ലേ? ബാ എടോ ബാ ബാ ഇവിടെ നിന്നോ. എന്താ പേര്? ആദികേഷ്. ആദികേഷ്. ആദികേഷ് എത്രയിലാ? ഫോർത്ത് അല്ലേ? ഇയാളോ? പേരെന്താ? മിഴി. നല്ല പേരാണല്ലോ. മിഴി എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയോ? കണ്ണ് അല്ലേ? മിഴി എന്നാണ് പേര്. നല്ല പേര്. എത്രാം ക്ലാസ്സിലാ? രണ്ടില്. ആദികേശവ് എത്രയിലാ? ഫോർത്തില്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഹാപ്പി ലാൻഡ്? അടിപൊളി അല്ലേ? എങ്ങനെയുണ്ട്? തിരിഞ്ഞു നിന്നോ, ആദികേശവന്റെ കൂടെ നിന്നോ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് വന്ന് വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാം. എൻജോയ് ചെയ്താ? ഏതൊക്കെ പോയി കേക്കട്ടെ, ഒന്നും വിടാതെ പറയാം.
ഇനി തോന്ന റൈഡ്സ് ഉണ്ട്. അയ്യോ സോറി മോളെ. ആദ്യം പോയ അവിടെ ഒരു ബോട്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു എന്താ അത് എല്ലാം കയറി. ഇനി ഇപ്പം ഇവിടെയും കൂടെ കയറി ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വാട്ടർ. ഇഷ്ടമാണ് പൊളി. അടിച്ചു പൊളിച്ച്. നേരത്തെ വന്നിട്ടുണ്ടോ? യെസ് വന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം? ഒരു വർഷം. ആണല്ലേ? അപ്പം അറിയാം. യെസ്. അല്ലേ? ഇയാൾ വന്നിട്ടുണ്ടോ നേരത്തെ? ഇഷ്ടമാണോ? ഈ കൂട്ടത്തിൽ എല്ലാ റൈഡിലും പോയോ? നിങ്ങൾ 3 പേരും ഒന്നിച്ചാ പോയോ എല്ലാത്തിലും? ആണോ? ഇഷ്ടമായോ ഈ പറഞ്ഞ സ്ഥലമൊക്കെ? 3 പേരും കൂടെ ഒരു പാട്ട് പാടിയാലോ? 3 പേരും കൂടെ ഒരു പാട്ട് പാടിയാൽ മതി. ആദ്യ കേശവ് പറഞ്ഞു കൊടുക്കുക ഏത് പാട്ട് പാടാം. സ്കൂളിലുള്ള ഏതെങ്കിലും പാട്ടോ? ഗിഫ്റ്റ് തരാം. സിനിമയൊക്കെ കാണാറുണ്ടോ? യെസ്. ഏത് സിനിമയാണ് കണ്ടേ? ആവേശം. ആവേശം 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 ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു? ഇല്ലുമിനാറ്റി ഇഷ്ടമായോ? ശരി, ഓക്കെ. 2 സിനിമ ഉണ്ടോ? ഏതാ രണ്ടാമത്തെ? രണ്ടാമത്തെ ARM. ഏതോ കൂടുതൽ ഇഷ്ടമായേ? 2 ഇഷ്ടമായി അല്ലേ? അടിപൊളിയല്ലേ? സൂപ്പർ. മോള് ഏതൊക്കെ കണ്ടു? ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഹായ് പറഞ്ഞാലോ? 1 2 3 പറയുമ്പോൾ പറയണം. റെഡി? 1 2 3 ഹായ്. ഗിഫ്റ്റ് തരട്ടെ? തരാം. ഒരു ടീഷർട്ട്. ഓക്കെ. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എഴുതി അറിയിക്കേണ്ടത് focus123@gmail.com. ഞാൻ സുകന്യ ജയറാം. Take care. Bye-bye. See you soon. Focus. Presented by Happy Land Amusement Park, Tirunelveli. Powered by ACM Care. Co-powered by Global Laboratories and Testing LLC. Co-presents Mama's International Foods. This program is brought to you by Tharwad Restaurant, UK.